നിമി, എത്ര തവണ ഞാൻ ഉപദേശിച്ചു, എന്നിട്ട് നീ അനുസരിക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് ഡാഡിയോട് പറയേണ്ടി വന്നത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മുടെ വില നമ്മൾ നോക്കണ്ടേ? നിലയും നോക്കിയിട്ടാണ് ചേട്ടാ ആളുകൾ സ്നേഹമാവണത്. നീ പിന്നെയും തർക്കുത്തരം പറയുന്നു. തർക്കുത്തരമല്ല, സത്യം. ഡാഡിക്കും ചേട്ടനുമേ അത് മനസ്സിലാവാതെ വരും. എന്ത് വിചാരിച്ചിട്ടാണ് നീ പിടിവാശി പിടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ജന്മത്തെ ഡാഡി ഇത് അനുവദിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഡാഡിക്കും ചേട്ടനും എന്നെ എന്ത് ചെയ്യാൻ കഴിയും? തല്ല, പിന്നെ മുറിയിലിട്ട് അടയ്ക്കാം, അത്രയല്ലേ ഉള്ളൂ. എന്റെ മനസ്സിനെ പിടിച്ചേട്ടാൻ കഴിയുമോ? ഇല്ലല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ചേട്ടാ, ഓർമ്മയുണ്ടോ? അതുപോലെ ഞാനും. നിങ്ങളുടെ വാശിയല്ലേ, നടക്കട്ടെ. പക്ഷെ ഒന്നോർത്തോളൂ, മമ്മിയെ പോലെ നീര് അവസാനിക്കാനാണ് വിധിയെങ്കിൽ പോലും എന്റെ മനസ്സ് മാറില്ല ഒരിക്കലും. ഡാഡി, ഞാൻ അവളോട് സംസാരിച്ചു. എത്ര ശ്രമിച്ചാലും അവളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഡാഡി ശോഭിക്കരുത്. ആലോചിച്ച് നോക്കിയാൽ പിടിവാശി പിടിക്കുന്നത് നമ്മളാണ്. ജോണി ഈസ് എ നൈസ് ബോയ്. അവർ തമ്മിൽ ഇത്രത്തോളം സ്നേഹിച്ചു പോയ സ്ഥിതിക്ക് നമ്മളവരെ പിരിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവൾ ഡാഡിക്ക് മോളെന്ന് വിളിക്കാനും എനിക്ക് പെങ്ങളെന്ന് പറയാനും നിന്നെ മാത്രമല്ലേ ഉള്ളൂ. അവളുടെ സന്തോഷമല്ലേ ഡാഡി നമുക്ക് വലുത്. ആലോചിക്കാം. ഇപ്പൊ നീ പോ. ജോണി, നിമ്മിക്കൊച്ചിനെ മുതലാളി വീട്ടിൽ നിന്ന് പുറത്തുവിടാതിരിക്കുക. മത്തായി പറഞ്ഞതാ. നമുക്കൊന്ന് അവിടം വരെ പോയാലോ പീറ്ററേട്ടാ? എന്നിട്ട് വേണം അതിന്റെ പേരിൽ ആ കൊച്ചിന് കിട്ടാൻ.